ചതയ നക്ഷത്രക്കാര്, ജൂലൈയിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു. എല്ലാവരെയും വിശ്വസിച്ചില്ല, പക്ഷെ എല്ലാവരിൽ നിന്ന് അകന്നു നിന്നു. നിങ്ങളുടെ മനസ്സിൽ നടന്ന യുദ്ധം ആരും കണ്ടില്ല. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ ജീവിച്ചു, പക്ഷെ ഉള്ളിൽ ഒരു ചോദ്യം മാത്രം: നാം പോകുന്ന വഴി ശരിയാണോ? ഓഗസ്റ്റ് പറയുന്ന വഴി തെറ്റിയിട്ടില്ല, പക്ഷെ വേഗം കുറച്ചാൽ അവസരങ്ങൾ നിങ്ങളെ മറികടക്കും. ഈ മാസം ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നു. ചതയ നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം രാഹു, അതിദേവൻ വരുണൻ. ഈ നക്ഷത്രത്തിന്റെ പ്രതീകം ഒരു ശൂന്യവൃത്തം. അതിൻ്റെ അർത്ഥം അനന്തമായ സാധ്യതകൾ എന്നാണ്. ചതയ നക്ഷത്രക്കാർ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ നിങ്ങൾ ആദ്യം കാണും. റിസർച്ച്, ടെക്നോളജി, സോഷ്യൽ മീഡിയ, ശാസ്ത്രം, സിനിമ, ബിസിനസ്, ഇങ്ങനെ പുതുമ ആവശ്യമായ മേഖലകൾ നിങ്ങൾ തിളങ്ങും. പക്ഷെ ഒരു വലിയ ദൗർബല്യമുണ്ട്: മനസ്സിലുള്ളത് ആരോടും പറയില്ല. വേദന വന്നാലും സംശയം വന്നാലും എല്ലാം ഉള്ളിൽ സൂക്ഷിക്കും. ഈ ഓഗസ്റ്റിൽ ഈ നിശബ്ദത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ജൂലൈയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം വൈകി. ഒരു ഫോൺ കോൾ വന്നില്ല, ഒരു മറുപടി ലഭിച്ചില്ല, ഒരു പദ്ധതി പാതി വഴിയിൽ നിന്നു. ചിലർക്ക് ജോലിയിലെ നിരാശ, ചിലർക്ക് ബിസിനസ്സിലെ തടസ്സം, ചിലർക്ക് ബന്ധങ്ങളിലെ അകലം. പക്ഷെ ഒരു കാര്യം ഓർക്കുക: ജൂലൈ നിങ്ങൾക്ക് നഷ്ടമെന്നില്ല, ക്ഷമയുടെ വില പഠിപ്പിച്ചു. കരിയറിൽ ഓഗസ്റ്റിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വന്നേക്കാം. പുതിയ ടീം, പുതിയ പ്രൊജക്ട് അല്ലെങ്കിൽ പുതിയ ചുമതല ആദ്യത്തിൽ നിന്ന് സമ്മർദ്ദമാകും. പക്ഷെ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അതേ മാറ്റം നിങ്ങളെ മുന്നോട്ട് നയിക്കും. IT, ഡിജിറ്റൽ മീഡിയ, മെഡിക്കൽ റിസർച്ച്, ക്രിയേറ്റീവ് മേഖല എന്നിവയുള്ളവർക്ക് പ്രത്യേക പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ചതയ നക്ഷത്രക്കാർ, ഈ മാസം പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാൻ നല്ല സമയമാണ്. ഓൺലൈൻ ബിസിനസ്, ഡിജിറ്റൽ സർവീസുകൾ, വിദേശ ക്ലയൻറ്റുകൾ, നെറ്റ്വർക്കിംഗ്, ഇവയിൽ നിന്ന് നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ശരിയായ പങ്കാളിത്തം ഈ മാസം നിങ്ങളുടെ വളർച്ച വേഗത്തിലാക്കും. സാമ്പത്തികമായി വരുമാനം പതിയെ മെച്ചപ്പെടും, പക്ഷെ അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ടെക്നോളജി, യാത്ര, പഠനം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചെലവുകൾ. ഈ മാസം റിസ്ക് കൂടിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കി ദീർഘകാല പദ്ധതികൾക്ക് മുൻഗണന നൽകുക. പ്രണയത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സ്നേഹമുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ വൈകും. അതുകൊണ്ട് പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലാകില്ല. വിവാഹിതർ തുറന്ന് സംസാരിക്കുക. സിംഗിൾസ് സുഹൃത്തുക്കൾ വഴിയോ ഓൺലൈൻ വഴിയോ ഒരു പുതിയ പരിചയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.